ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകത കേരളത്തിന് മലയാളികൾക്കുണ്ട് കേട്ടാ. എന്താണെന്നല്ലേ? ഓണം. എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവം. അത് കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ഓണം. അത് നമ്മൾ ആഘോഷിക്കുക തന്നെ വേണം. ദീപാവലി, ഹോളി, റംദാൻ, ക്രിസ്തുമസ് ഇതൊക്കെ ഓരോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം ആഘോഷിക്കുന്നുവെങ്കിൽ വിദേശത്തുള്ള പ്രവാസികൾ നാരായണനും അഷറഫും ജോസഫും ഒക്കെ ഒന്നിച്ച് ഒരു റൂമിൽ അവർ ഓരോ ഉത്സവങ്ങളും ആഘോഷിക്കുകയാണ്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആഘോഷിക്കാനുള്ളതാണ്. അത് നമ്മുടെ വരും തലമുറകൾക്ക്, മലയാളികൾക്ക് എന്നും കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ഉത്സവമാക്കി മാറ്റേണ്ടത് നമ്മളുടെ കടമയാണ്. ഓണത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ തിരിഞ്ഞ് നമ്മൾ പോകേണ്ടതില്ല. കാരണം പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയ കേരളത്തിലൊന്നും അല്ലല്ലോ, ആ ചരിത്രം നോക്കിയല്ലോ നമ്മൾക്ക് മലയാളികൾ കേരളത്തിൽ ജീവിക്കുന്നത്. ചിലരെങ്കിലും ഓണത്തെ എതിർത്ത് ഓണം ആഘോഷിക്കരുതെന്നൊക്കെ പറഞ്ഞ് ചില ഉപദേശങ്ങളൊക്കെ നൽകാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവർക്ക് മുമ്പിലും നമ്മൾ തോറ്റുകൊടുക്കാൻ പാടില്ല. കാരണം ഈ ഉപദേശിക്കുന്നവരുടെയൊക്കെ ജീവിതം ഏകദേശം അസ്തമിച്ചു കഴിഞ്ഞു. ലജ്ജ എന്ന രണ്ടക്ഷരം ഒരു അണുമണി തൂക്കം പോലും മനസ്സിലും, അതായത് പേടിയുമൊന്നുമില്ലാതെ ലജ്ജയില്ലാതെ കാണിച്ചു കൂട്ടുന്ന ഈ സമൂഹം എങ്ങോട്ടാണ് ഇവരുടെ പോക്ക് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ ഡുണ്ടുമല്ലിയും ഫെയർലോലിയും ഒക്കെ പാടി നടക്കുകയാണ്. ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. ഒന്നോർക്കാം, പരാജിതരായ ഉപദേശകർക്ക് മുമ്പിൽ തലകുനിക്കാനുള്ളതല്ല ജീവിതം. ജീവിതം കഴിവുള്ളവരുടേതാണ്. ആ കഴിവ് പ്രകടിപ്പിക്കാനുള്ളത് കൂടിയാണ്.